നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കോയമ്പത്തൂരിലെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് പോകാൻ ഒരുങ്ങുമ്പോൾ വയനാട് മേപ്പാടിയിലെ റിസോർട്ട് വളപ്പിൽ വാഹനം തടഞ്ഞ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ഇന്നലെ വൈകിട്ട് 7 മണിയോടെ കേസ് രജിസ്റ്റർ ചെയ്ത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. രാത്രി വൈകി മെഡിക്കൽ പരിശോധനയും പൂർത്തിയാക്കി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, വിവരങ്ങൾ. അക്ഷയ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ രാവിലെയാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇവിടെ നിന്ന് സംസ്ഥാനം വിടാനുള്ള ഒരു സാധ്യതയെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് വളരെ തന്ത്രപൂർവ്വം തന്നെയായിരുന്നു പോലീസിന്റെ നീക്കങ്ങൾ. അത്തരത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കുന്നു. മണിക്കൂറുകൾക്ക് ശേഷം കൊച്ചിയിലേക്ക് എത്തിക്കുന്നു. ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തിച്ച് 7 മണിയോടുകൂടി എത്തിച്ചു. അവിടെ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം രാത്രി 11:30 ആദ്യ മെഡിക്കൽ പരിശോധനയും ഇന്ന് പുലർച്ചെ രണ്ടാമത്തെ മെഡിക്കൽ പരിശോധനയും എല്ലാം തന്നെ പൂർത്തിയാക്കി 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കുമെന്ന് ആണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യം ചെയ്യലുകൾ അന്വേഷണ സംഘം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്കെല്ലാം തന്നെ കടക്കുകയും ചെയ്യും. പ്രധാനമായും ഈ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ അടക്കം പോലീസ് സംഘം, അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. ഇതിലാണ് ഈ അശ്ലീല പരാമർശങ്ങൾ IT വകുപ്പ് പ്രകാരമുള്ള കേസ് കൂടിയുണ്ട്, ഭാരതീയ ന്യായ സംഹിത. ഒപ്പം തന്നെയാണ് IT വകുപ്പിൽ ഉള്ള കേസ് കൂടി എടുത്തിരിക്കുന്നത്. തുടർച്ചയായി സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ അശ്ലീല പരാമർശങ്ങൾ തുടർച്ചയായി നടത്തുക, അത് സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുക എന്നീ കുറ്റങ്ങൾ ചുമത്തി തന്നെയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ആവശ്യമെങ്കിൽ കൂടി ചോദ്യം ചെയ്തതിനു ശേഷം മറ്റു വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്താനുള്ള ഒരു സാധ്യതയുമുണ്ട് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം. എന്നാൽ ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു കൂസലുമില്ലാത്ത രീതിയിൽ തന്നെയുള്ള പ്രതികരണങ്ങൾ ആണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് ഉണ്ടായത്. ഇന്നലെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോഴും തന്റെ ഭാഗത്ത് നിന്ന് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല, താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു ഭാവഭേദങ്ങളും ഇല്ലാതെ ചിരിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയും മെഡിക്കൽ പരിശോധനയ്ക്ക് എത്തുകയും എല്ലാം ചെയ്യുന്ന ഒരു ബോബി ചെമ്മണ്ണൂരിനെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു കുറ്റബോധവും ബോബി ചെമ്മണ്ണൂരിൽ ഇല്ല എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നു. എന്നാൽ ഹണി റോസ് ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് താൻ ഏതറ്റം വരെയും നിയമ പോരാട്ടങ്ങൾ, അത് ബോബി ചെമ്മണ്ണൂരിനെതിരെ മാത്രമല്ല സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും അത് തൻ്റെ കാര്യത്തിൽ മാത്രമല്ല മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടിയാണ് ഇത്തരം ഒരു നിയമ പോരാട്ടത്തിലേക്ക് കടന്നത്, അത് അവസാനം വരെ തുടരുമെന്ന് പറയുകയും ചെയ്തു. വിശദമായ ഒരു മൊഴി ഇക്കാര്യത്തിൽ നൽകാനുള്ളത് കോടതിയിൽ ഇന്നലെ ഹണി റോസ് നൽകിയിരുന്നു. ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ഈ കേസ് കൂടുതൽ ബലപ്പെടുന്നത് തന്നെയാണ്. കാരണം ഈ പരാതിക്കാരിയായ ആളുടെ മൊഴി പൂർണ്ണമായും തന്നെ അന്വേഷണം അവിടെ കോടതിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തനിക്ക് ഉണ്ടായ മോശം അനുഭവങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അവഹേളിച്ചുകൊണ്ട് തുടർച്ചയായി നടത്തിയ പരാമർശങ്ങൾ, അത് ഏതെല്ലാം സമയങ്ങളിൽ ഏതെല്ലാം ദിവസങ്ങളിൽ ആണ് എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ മൊഴിയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. പോലീസിന് തുടക്കത്തിൽ നൽകിയ മൊഴിയിലും അക്കാര്യങ്ങൾ ഹണി റോസ് വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് പോലീസ് ഒരു കാരണവശാലും അല്ലെങ്കിൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു നടപടി എന്ന നിലയിൽ ശക്തമായ ഒരു നടപടിയിലേക്ക് കടക്കുകയും വയനാട്ടിലെ മേപ്പാടിലെ എസ്റ്റേറ്റിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിന്റെ തന്നെ എസ്റ്റേറ്റിൽ നിന്നും പോലീസ് പിടികൂടുകയും ചെയ്യുന്നത്. പിടികൂടുന്ന സമയത്ത് അംഗരക്ഷകർക്കൊപ്പം മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരുപക്ഷെ സംസ്ഥാനം വിട്ടതിന് ശേഷം പിന്നീട് മറ്റ് നിയമ നടപടികളിലേക്ക് അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ തന്നെയായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ മുൻകൂർ ജാമ്യം ലഭിക്കുകയും സുപ്രീം കോടതി വരെ ഇന്നലെ രാത്രി ബോബി ചെമ്മണ്ണൂരെ വൈദ്യപരിശോധനയ്ക്ക് ഇടയാക്കിയിരുന്നു. എന്തുകൊണ്ടാണ് ഇന്ന് വീണ്ടും രാവിലെ വൈദ്യപരിശോധന നടത്തിയത്? അക്ഷയ, അത് ഒരു സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നലെ പൂർത്തിയാക്കേണ്ടത്. അല്ലെങ്കിൽ നിശ്ചിത സമയത്തിനകം വൈദ്യപരിശോധനകൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പും വൈദ്യപരിശോധന നടത്തേണ്ടതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ന് വീണ്ടും വൈദ്യപരിശോധനയ്ക്ക് അന്വേഷണ സംഘം എത്തിക്കുകയും എല്ലാം ചെയ്തത്. അത്തരം നടപടികൾ, നിയമ നടപടികളുടെ ഭാഗമായി, പോലീസ് നടപടികളുടെ ഭാഗമായി തന്നെയാണ് അത്തരമൊരു ഘട്ടത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. കാരണം 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷമുള്ള ആദ്യ വൈദ്യ പരിശോധനയായിരുന്നു വൈകുന്നേരം പൂർത്തിയാക്കിയത് എങ്കിൽ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പായി, മണിക്കൂറുകൾക്ക് മുമ്പായുള്ള പരിശോധനകൾ കൂടി സ്വാഭാവികമായും അത്തരത്തിൽ നടത്തേണ്ടതുണ്ടായിരുന്നു. അത്തരം പരിശോധനകളെല്ലാം തന്നെ ഇപ്പോൾ അന്വേഷണ സംഘം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ കൃത്യമായി തന്നെ പ്രതി
സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു നടപടി തന്നെയാണ് ചെയ്തത്. അത് മറ്റു സ്ത്രീകൾക്കും അല്ലെങ്കിൽ ഇത്തരത്തിൽ നടത്തുന്ന എല്ലാവർക്കും ഒരു താക്കീതാവുക എന്ന രീതിയിൽ തന്നെയായിരുന്നു പോലീസിന്റെ നടപടി എന്ന കാര്യമെല്ലാം തന്നെ പോലീസ് കോടതിയിൽ കൃത്യമായി തന്നെ അറിയിക്കും. കാരണം ഏത് ഉന്നതനായാലും ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ അശ്ലീല പരാമർശങ്ങൾ നടത്തുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ തുടർച്ചയായി അവഹേളിക്കുന്ന നിലയിലേക്കും എല്ലാം പോയി കഴിഞ്ഞാൽ പോലീസ് നടപടി കടുത്തതായിരിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകുക എന്നത് തന്നെയായിരുന്നു ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ബോബി ചെമ്മണ്ണൂരിന്റെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. കാരണം ആരും നിയമത്തിന് അതീതരല്ല എന്ന ഒരു ചിന്ത അത് സമൂഹത്തിൽ ഉണ്ടാക്കണം. അതിനുശേഷം കാരണം ബോബി ചെമ്മണ്ണൂർ ഇത്തരത്തിൽ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയതിനു ശേഷമായിരുന്നു തുടർച്ചയായി മറ്റു നിരവധി ആളുകൾ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഈ ഒരു പോസ്റ്റിന് താഴെ വന്ന് നിരന്തരമായി കമന്റുകൾ, ലൈംഗിക ചുവയുള്ള വാക്കുകൾ, അധിക്ഷേപ കമന്റുകൾ എല്ലാം തന്നെ ഇട്ടിരുന്നത്. അതിൽ പ്രായമുള്ള ആളുകളും ചെറുപ്പക്കാരും അടക്കം നിരവധി ആളുകൾ അത്തരം ഒരു കുറ്റകൃത്യത്തിന്റെ ഭാഗമായി മാറുകയും എല്ലാം ചെയ്തു. അവർക്കെല്ലാം പ്രചോദനമാകുന്നത് എന്നത് സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾ ഇത്തരം കൃത്യത്തിൽ ഏർപ്പെടുന്നു എന്നത് തന്നെയാണ്. വിവരങ്ങൾ നൽകിയത്.